ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു പലഹാരത്തിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതുപോലെ നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടി എടുക്കുന്നത് നല്ല നൈസായിട്ടുള്ള പൊടി എടുക്കുക. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുമല്ലോ, ആ ഒരു പൊടി വേണ്ടിയിട്ട് എടുക്കാൻ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അതായത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താണല്ലോ, അപ്പോൾ അത് ഈ പൊടിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ നിന്ന് 1/2 കപ്പാണ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടും ഒപ്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സാക്കി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കുന്ന വെള്ളം സാധാ പച്ചവെള്ളം തന്നെയാണ്. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം തന്നെ കറക്റ്റാണ് കേട്ടോ. കൂടുതലായിട്ട് എടുക്കരുത്, പിന്നെ നമുക്ക് വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് മിക്സാക്കി എടുത്തപ്പോൾ. അപ്പോൾ നമുക്കിനി ബാക്കി 1 കപ്പ് വെള്ളം കൂടി ഉണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് മുഴുവനായിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതാണ്. ഇപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കിയതിൻ്റെ ശേഷം ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ ഒരു അരിപ്പൊടിയുടെ മിക്സ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ അരിപ്പൊടി നല്ലപോലെ കുക്കായിട്ട് കിട്ടൂല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ചെറിയ രീതിയിൽ ചൂടായി വരുമ്പോഴത്തേന് തന്നെ ഇത് കട്ടിയായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ അത് കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇത് ചെറിയ രീതിയിലൊന്ന് തിക്കായിട്ട് വരും. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ട 2 മിനിറ്റ് ആയപ്പോഴേക്കും ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും അടി പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ പാത്രം എടുക്കുക. അപ്പോൾ അത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്ന രീതിയിലാക്കി എടുക്കണം. ഈ ഒരു സമയമായപ്പോൾ തന്നെ ഈ ഒരു പൊടി നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അങ്ങനെ മറിഞ്ഞ് വരണം. അതായത് കണ്ടോ, ഒരു ഉരുളയായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മിക്സ് നല്ലപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. ഇനി കൂടുതലായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. ഈ പാനിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നാലേ നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടുള്ളൂ. ഇത് തണുത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് 1-2 ചേരുവകളും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് കേട്ടോ. തേങ്ങ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പലഹാരത്തിന്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഒരു 1/4 ടീസ്പൂണോളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു 10 സെക്കൻഡ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കരുത്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കാം കേട്ടോ. അതിലേക്ക് നേരത്തെ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മാവ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുഴച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മാറ്റുന്നത്. ആ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഈ മിക്സും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അരിപ്പൊടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. കൂടുതൽ സമയം കുഴച്ചെടുക്കേണ്ട. ഈ ഒരു തേങ്ങൻ്റെ മിക്സ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. 1 കപ്പ് അരിപ്പൊടി എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം പലഹാരം ഉണ്ടാക്കാനുണ്ടാവും. ഈ ഒരു കുഴക്കുന്ന സമയത്ത് കയ്യിൽ അത്യാവശ്യം ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കൈയൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചതിൻ്റെ ശേഷം വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പിന്നെ കയ്യിൽ ആ ഒട്ടലുണ്ടാവില്ല. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മതി. ഇനി നമുക്ക് പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മാവിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു ഉരുളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. വെള്ളത്തിലൊന്ന് കൈയൊന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അത്യാവശ്യം തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോഴേ നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടുള്ളൂ ഈ ഒരു പലഹാരം. ഇത് കയ്യിൽ വെച്ചിട്ടും പരത്തിയെടുക്കാം. പക്ഷേ വാഴയിലയിലാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു വാഴയില മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഇങ്ങനെ ഓരോന്നോരോന്ന് പരത്തിയിട്ടും അതേസമയം നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. കൂടുതൽ വാഴയില ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് പിന്നീട് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒന്നവിടെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാനിൽ ചുട്ടെടുക്കാം കേട്ടോ. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ വാഴയിലയിൽ നിന്ന് എടുത്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ 1 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലൊന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തത് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ആവുന്നത് വരെ. അതായത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കരുത്. ഇത് ഓൾറെഡി കുക്കായ മാവാണ്. എന്നാലും നമ്മൾ അതൊന്ന് മൊരിപ്പിച്ചെടുക്കുക മാത്രം ചെയ്യുക കേട്ടോ. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റോളൊക്കെ നമ്മൾ ഒരു സൈഡ് വേവിച്ചെടുക്കണം. നമ്മളിത് വേവിക്കാൻ എടുത്ത പാന് വലുതാണെങ്കിൽ 2-3 എണ്ണമൊക്കെ ഒപ്പം ഉണ്ടാക്കിയിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് കൂടുതലൊന്നും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നല്ലൊരു നാടൻ പലഹാരത്തിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അതായത് നമ്മൾ ചുമന്നുള്ളിയും ചെറിയ ജീരകമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അപ്പോൾ അത് 2 സൈഡും നല്ലപോലെ ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചെറിയ രീതിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പം വേണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് കേട്ടോ. കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ രാവിലെയൊക്കെ കറി ഉണ്ടാക്കാനൊന്നും നമുക്ക് സമയമില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി കറി കൂട്ടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന കടലക്കറി അതുപോലെ തന്നെ ചിക്കൻ കറി ഏത് കറിയാണെങ്കിലും അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു നാടൻ പലഹാരമാണ്. ഈ ഒരു മഴക്കാലത്ത് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.